Dear students, welcome to Learner's World. In this video, I'm going to talk about medium budgets, big ambitions, why Malayalam cinema dominating the box office by Rajesh Rajamani, MDC Commerce and Entrepreneurship, third semester, Calcutta University. Summary of medium budgets, big ambitions, why Malayalam cinema is dominating the box office. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് അതായത് മലയാളം സിനിമ മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ചെറിയ ബഡ്ജറ്റിലൊക്കെ നിർമ്മിക്കുന്ന സിനിമകളാണ്. അപ്പോൾ എന്നിട്ട് കൂടി ബോക്സ് ഓഫീസ് ഡോമിനേറ്റ് ചെയ്യുന്നത് മലയാളം സിനിമയാണ്. അതെന്തുകൊണ്ടാണെന്നുള്ള ഒരു ആർട്ടിക്കിളാണ് നമുക്ക് പഠിക്കാനുള്ളത്. മലയാളം സിനിമ ഈസ് ബിക്കമിങ് ഹ്യൂജ്ലി പോപ്പുലർ ഔട്ട്സൈഡ് കേരള, എസ്പെഷ്യലി ഇൻ പ്ലേസസ് ലൈക്ക് തമിഴ്നാട്. അതായത് ഒരു മീഡിയം ബഡ്ജറ്റിൽ നിർമ്മിച്ച മലയാളം സിനിമ എന്ന് പറയുന്നത് കേരളത്തിന് പുറത്ത് നല്ല പോപ്പുലാരിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല പോപ്പുലാരിറ്റി ഉണ്ട് മലയാളം സിനിമയ്ക്ക്. അതെന്തുകൊണ്ടാണ്? ദിസ് സക്സസ് ഈസ് പ്രൈമർലി ഡ്രിവൺ ബൈ 3 കീ ഫാക്ടേഴ്സ്. 3 കാരണങ്ങൾ കൊണ്ടാണ്, അതായത് 3 ഘടകങ്ങൾ കൊണ്ടാണ് മലയാളം സിനിമ, മീഡിയം ബഡ്ജറ്റിൽ നിർമ്മിച്ച മലയാളം സിനിമ അതർ കൺട്രീസിൽ പോപ്പുലറായിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ 3 ഫാക്ടേഴ്സ് നോക്കാം. ഫസ്റ്റ് ഫാക്ടർ ഈസ് സ്മോൾ മാർക്കറ്റ് ബിഗ് ഐഡിയാസ്. ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് ചെറിയ മാർക്കറ്റാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്, ബിഗ് ഐഡിയാസ് ആണ്. ദ മലയാളം ഫിലിം മാർക്കറ്റ് ഈസ് റിലേറ്റീവ്ലി സ്മോൾ കമ്പയർഡ് ടു തെലുഗു ഓർ തമിഴ് സിനിമ. ഫിലിം മേക്കേഴ്സ് ക്യാൻ റിലൈ ഓൺ മാസീവ് ബോക്സ് ഓഫീസ് റിട്ടേൺസ്. മലയാളം ഫിലിം മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു മാർക്കറ്റാണ്. തമിഴ് സിനിമയും തെലുഗു സിനിമയൊക്കെ എടുത്തു കഴിഞ്ഞാൽ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് സ്മോൾ ബഡ്ജറ്റ് സിനിമകളാണ്. അതിൽ നിന്ന് കൂടുതൽ റിട്ടേൺസ് ഒന്നും ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ദിസ് ഫോഴ്സസ് ദം ടു ബി ഹൈലി ക്രിയേറ്റീവ് ആൻഡ് എക്സ്പെരിമെൻ്റൽ വിത്ത് ദെയർ സ്റ്റോറീസ് ആൻഡ് ക്യാരക്ടേഴ്സ്. അതായത് ഇത് ഇവരെന്തിലേക്ക് നയിച്ചു? കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് എക്സ്പെരിമെൻ്റലായിട്ടുള്ള സ്റ്റോറീസ് തിരഞ്ഞെടുക്കാനും, അതായത് നല്ല സ്ക്രിപ്റ്റുകൾ തിരഞ്ഞെടുക്കാനും നല്ല ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഇതിലേക്ക് നയിച്ചു. അതായത് ഈ ഒരു സ്മോൾ ബഡ്ജറ്റിൽ നിർമ്മിക്കുന്ന സിനിമകളൊക്കെ നല്ല ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുക്കാനും നല്ല സ്ക്രിപ്റ്റ് കണ്ടെത്താനും അതുപോലെ നല്ല സ്റ്റോറീസിൽ സിനിമ ചെയ്യാനൊക്കെ കാരണമായി. ദ ഇൻഡസ്ട്രി ഫോക്കസസ് ഓൺ സ്മോൾ ആൻഡ് മിഡ് സൈസ്ഡ് ഫിലിംസ്, ടിപ്പിക്കലി 8 to 15 crore. അതായത് മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ചെറിയ അല്ലെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള ഫിലിംസാണ് അവർ ചെയ്യുന്നത്. 8 to 15 crore ഒക്കെ ബഡ്ജറ്റ് വരുന്ന സിനിമകളാണ് അവർ ചെയ്യുന്നത്. This modest budget pushes crews to focus on strong script, സിമ്പിൾ സെറ്റിങ്സ് ആൻഡ് മിനിമൽ കാസ്റ്റ്. അപ്പോൾ അതർ കൺട്രീസ് എസ്പെഷ്യലി തമിഴ്നാടൊക്കെ തമിഴ്നാട്ടിലൊക്കെ ഈ ഒരു മലയാളം സിനിമ ഇത്രയും പോപ്പുലാരിറ്റി വരാനുള്ള കാരണം മലയാളം ഇൻഡസ്ട്രിയുടെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണ്. അതായത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ സിംപ്ലർ സെറ്റിങ്സ് ആണ്, ലളിതമായിട്ടുള്ള രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ മിനിമൽ കാസ്റ്റ്, അതായത് ഇതിലെ ക്യാരക്ടേഴ്സിനെയൊക്കെ ചുരുക്കി ബാക്കി ക്രൂ മെമ്പേഴ്സിനെയൊക്കെ ചുരുക്കി വളരെ മിനിമലായിട്ടുള്ള രീതിയിലാണ് ഇവർ ഇത് തയ്യാറാക്കുന്നത്. These budgets encourage director-driven content, giving unique filmmakers the creative freedom to tell unconventional and high-quality stories that are both technically and cinematically superior. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിലുള്ള സിനിമകൾ ഡയറക്ടർ ഡ്രിവൻ കോണ്ടൻറ്റുകൾ എൻകറേജ് ചെയ്യുന്നുണ്ട്. അതായത് ഫിലിം മേക്കേഴ്സ് യൂണീക്കായിട്ടുള്ള ഫിലിം മേക്കേഴ്സിന് അവർക്ക് അവരുടെ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഹൈ ക്വാളിറ്റീസിലുള്ള സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം നൽകുകയാണ്. ടെക്നിക്കലി സിനിമാറ്റിക്കലി ഒക്കെ സുപ്പീരിയർ ആയിട്ട് ആണ് ഇവർ ഇത് ചെയ്യുന്നത്. അനദർ ഫാക്ടർ ഇസ് അവോയ്ഡിങ് ദ ഫോർമുല ബിഗ് ബഡ്ജറ്റ്സ്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് അവോയ്ഡിങ് ഫോർമുല മീൻസ് റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള കോണ്ടൻറ്റുകൾ ഒഴിവാക്കുക. കൂടുതൽ ബിഗ് ബഡ്ജറ്റ് സിനിമകളിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. While the industry produces a few big budget films, they generally avoid the highly repetitive formulaic patterns of often seen elsewhere. അതായത് ഈ ഹൈ ബഡ്ജറ്റിലൊക്കെ നിർമ്മിക്കുന്ന ബിഗ് ബഡ്ജറ്റിൽ നിർമ്മിക്കുന്ന ഫിലിംസിൽ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള കോണ്ടൻറ്റുകൾ ഒഴിവാക്കുകയാണ് ഈ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് എല്ലായിടത്തും കണ്ടു പഴകിയ ആ ഒരു സംഭവങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഫാക്ടർ. They prefer to test new ideas with similar film first, ensuring that when they do make a large film, it brings something fresh to the audience rather than just relying on special effects or star power. അതായത് അവർ പുതിയ ഐഡിയകൾ കൊണ്ടുവരണം. അതായത്
അവർ ആദ്യം വിചാരിക്കണം ഇതൊരു ബിഗ് ബഡ്ജറ്റിൽ ഉണ്ടാക്കുന്ന സിനിമയാണ്, അതുകൊണ്ട് തന്നെ ഓഡിയൻസിന് നല്ല രീതിയിൽ അട്രാക്റ്റ് ചെയ്യാൻ കഴിയണം, ഫ്രഷ് ആയിട്ടുള്ള കോണ്ടൻറ്റുകൾ കൊണ്ടുവരണം, ഫ്രഷ് ആയിട്ടുള്ള സ്റ്റോറികൾ ഓഡിയൻസിന് മുമ്പിൽ എത്തിക്കണം. അതായത് ഒരു സ്റ്റാർ പവർ കാണിക്കുന്നതിന് പകരമായിട്ട് നല്ല കോണ്ടൻറ്റ്, നല്ല ക്യാരക്ടേഴ്സിന് ഇതിലൂടെ കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയാണ്. അത് ഫാക്ടർ ഈസ് കണക്റ്റിംഗ് കൾച്ചേഴ്സ്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് കണക്റ്റിംഗ് കൾച്ചേഴ്സ്, ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, അതായത് പല സംസ്കാരങ്ങളെയും കണക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സംഭവമാണ് ഈ അനദർ ഫാക്ടർ കണക്റ്റിംഗ് കൾച്ചേഴ്സ് എന്ന് പറയുന്നത്. അതായത് മലയാളം ഫിലിം ഇൻഡസ്ട്രി ആണെങ്കിലും വേറെ കൾച്ചർ, വേറെ സംസ്കാരം, അതായത് തമിഴ് കൾച്ചർ ഒക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഫിലിം മേക്കിംഗ്. Malayalam filmmakers are strategically placing cross-cultural elements in their stories to appeal to a wider audience. അതായത് ഒരു അതർ കൺട്രീസിലെ ഓഡിയൻസിനും കൂടെ റീച്ച് ചെയ്യുന്ന തരത്തിൽ അവരുടെ കൾച്ചറും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് സിനിമ നിർമ്മിക്കുന്നതാണ് ഈ ഒരു കണക്റ്റിംഗ് കൾച്ചേഴ്സ് എന്ന് പറയുന്നത്, ക്രോസ് കൾച്ചറൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. They integrate things like music, locations and references from neighboring states. അതായത് ഇപ്പോൾ തമിഴ്നാട്ടിൽ അവരുടെ സോങ്സ് ഇതിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ലൊക്കേഷൻ ഉപയോഗിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെയാണ് ഈ ഒരു ക്രോസ് കൾച്ചറൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. For example, films like Manjumal Boys using Ilayaraja's music and primarily using Hyderabad as a location, and the story of Brahmayugam featuring Mammootty becoming a household name in Tamil Nadu resonated strongly outside Kerala, often being celebrated as a local film by the audience in those states. ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നത്, അതായത് ഈ ഒരു ക്രോസ് കൾച്ചറൽ എലമെൻറ്റ്സിന് എക്സാമ്പിളായിട്ട് പറയുന്നത് മഞ്ജുമൽ ബോയ്സ് എന്ന് പറയുന്നത് ആ ഒരു മലയാളം മൂവിയിൽ ഇളയരാജയുടെ മ്യൂസിക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രേമലു എന്ന് പറയുന്നതിൻ്റെ ലൊക്കേഷൻ ഹൈദരാബാദാണ്. അതുപോലെ ബ്രഹ്മയുഗം എന്ന് പറയുന്നത് മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ള ആ മൂവിയിൽ ഹൗസ് ഹോൾഡ് നെയിം, ഒരു തമിഴ്നാട്ടിൽ ഹൗസ് ഹോൾഡ് നെയിമാണ് മമ്മൂട്ടിയുടെ നെയിമായിട്ട് വന്നിട്ടുള്ളത്. ഇതൊക്കെ ഔട്ട്സൈഡ് കേരളനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ ആ ഒരു കൾച്ചർ ഇതിൽ കണക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഔട്ട്സൈഡ് കേരളയിലെ ഓഡിയൻസിനെ അട്രാക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ മലയാളം ഇൻഡസ്ട്രിക്ക് കേരളത്തിനകത്തും പുറത്തും ഓഡിയൻസ് കിട്ടുന്നത് കാരണം ഇതാണ്. അതായത് ബോക്സ് ഓഫീസ് ഡോമിനേറ്റ് ചെയ്യാൻ കാരണം ഇതാണ്. അതായത് സ്മോൾ മീഡിയം ബഡ്ജറ്റിൽ മൂവീസ് നിർമ്മിച്ചാലും ബോക്സ് ഓഫീസ് ഡോമിനേറ്റ് ചെയ്യാനുള്ള കാരണം ഈ ഒരു ക്രോസ് കൾച്ചറൽ എലമെൻറ്റ്സ് കൂടിയാണെന്നാണ് പറയുന്നത്. ഓക്കെ.